സ്ഫോടക വസ്തുക്കളുടെയും അതുപോലെ അപകടകരമായ വസ്തുക്കളുടെയും നിർമ്മാണം, അവയുടെ കൈവശം വെക്കൽ, ഉപയോഗം, വിൽപ്പന, ഗതാഗതം എന്നിവ നിയന്ത്രിക്കാനായി 1884 നടപ്പിലാക്കിയ നിയമമാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് അഥവാ സ്ഫോടക വസ്തു നിരോധന നിയമം. ഇക്കഴിഞ്ഞ 11-ാം തീയതി ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്ന് ഉത്തരവ് വന്നു. 35 നിയന്ത്രണങ്ങളാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്താണ് എന്നല്ലേ, അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഈ പുതിയ ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്നാൽ തൃശൂർ പൂരത്തെ അത് വിപരീതമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ലോക ശ്രദ്ധയാകർഷിച്ച ഉത്സവമാണ് കേരളത്തിലെ തൃശൂർ പൂരം. പൂരം വെടിക്കെട്ട് തന്നെയാണ് പ്രധാന ആകർഷണം. വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവ് അതുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ പൂരം വെടിക്കെട്ട് ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ നടത്താൻ കഴിയൂ. എന്തുകൊണ്ടെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ് പുതിയ വ്യവസ്ഥകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഭേദഗതികളാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന വെടിക്കെട്ട് പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ കുറഞ്ഞത് 200 മീറ്റർ അകലം വേണമെന്നാണ് പറയുന്നത്. നിലവിലുള്ള 45 മീറ്റർ എന്ന ദൂരപരിധി ആണ് ഉള്ളത്. അത് തന്നെ കേന്ദ്ര സർക്കാർ 200 മീറ്ററാക്കി ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തേക്കിൻകാട് മൈതാനി എന്നല്ല, സ്വരാജ് റൗണ്ടിൽ പോലും വെടിക്കെട്ട് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്ത വ്യവസ്ഥ എന്താണ് എന്ന് നോക്കാം. ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിനും അതുപോലെ കാണികൾക്കുമിടയിൽ 100 മീറ്റർ അകലം പാലിക്കണം എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യവസ്ഥ, ആശുപത്രി, നഴ്സിംഗ് ഹോം, വിദ്യാലയം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് 250 മീറ്റർ അകലത്തിലായിരിക്കണം വെടിക്കെട്ട് നടത്തേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതായത് ഇത്തരത്തിൽ നമുക്കറിയാം, ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ മാത്രമല്ല, ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 250 മീറ്ററിനകത്താണ് CMS സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ രീതിയിൽ പൂരത്തിന്റെ സമയത്ത് സ്കൂളിന് അവധി നൽകാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് ഈ 250 മീറ്ററിനപ്പുറം ഉള്ളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ലൈസൻസ് ലഭിക്കാൻ പെസോ പരീക്ഷ പാസ്സാകണം എന്നുള്ളതാണ് അടുത്ത വ്യവസ്ഥ. അതായത് പെസോയുടെ പരീക്ഷ പാസ്സാകുന്നവർക്ക് മാത്രമേ ഈ വെടിക്കെട്ടിനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ. 10ാം ക്ലാസ്സാണ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത. ഇപ്പോൾ തന്നെ പലരും പറയുന്നതാണ്, ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ പറയുന്നതാണ്, ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്താനുള്ള ആളുകളെ ലഭിക്കുന്നത്, തൊഴിലാളികളെ ലഭിക്കുന്നത് വളരെ പ്രശ്നമാണ്, വളരെ അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ദൗർലഭ്യമാണ് എന്നൊക്കെ ദേവസ്വങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺസെറ്റ് എമർജൻസി പ്ലാൻ സമർപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ജില്ലാ മജിസ്ട്രേറ്റിന് വെടിക്കെട്ട് ലൈസൻസിന് അപേക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഈ ഓൺസൈറ്റ് എമർജൻസി പ്ലാൻ കൂടി സമർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. വെടിക്കെട്ട് നടത്തുന്ന ക്ഷേത്രം, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികൾ അപകട സാധ്യതാ പഠനം നടത്തി വേണം ഇത്തരത്തിലുള്ള ഓൺസൈറ്റ് എമർജൻസി പദ്ധതിയൊക്കെ ഉണ്ടാക്കേണ്ടത്. മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ഈ വെടിക്കെട്ടിന്റെ വിശകലനം വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ്. അതായത് കേരള സർക്കാരിന്റെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ഈ വെടിക്കെട്ടിന്റെ വിശകലനമൊക്കെ നടത്തണം. ഏതൊക്കെ വെടിക്കോപ്പുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഇതൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പൊട്ടാസ്യം ക്ലോറൈഡ്, നിരോധിത വസ്തുക്കൾ എന്നിവ ഒഴിവാക്കണം എന്നുള്ളതാണ്. പൊട്ടാസ്യം ക്ലോറൈഡും മറ്റ് നിരോധിത രാസവസ്തുക്കളും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടം കർശനമായി തന്നെ നിരീക്ഷിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെടിക്കെട്ട് നടത്താൻ ലൈസൻസ് കിട്ടിയവർ, ഡിസ്പ്ലേ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ അവരുടെ സഹായി, ലോഡർമാർ, ഷൂട്ടർമാർ എന്നിവരൊക്കെ കൃത്യമായി തന്നെ നിയമിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ഒന്ന് പരിശോധിക്കാം. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിന് ചുറ്റുവേലി വേണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചുറ്റുവേലിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം, ഇതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചുറ്റുവേലിക്കുള്ളിൽ അധികാരപ്പെടുത്തിയവർ മാത്രമേ പ്രവേശിക്കാവൂ എന്നുള്ളൊരു നിയന്ത്രണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി പുതിയ വ്യവസ്ഥയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, യൂണിഫോമും പേരുള്ള തിരിച്ചറിയൽ ടാഗും ഉണ്ടായിരിക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ വളരെ നേരത്തെ വെടിക്കെട്ട് പുരയിൽ എത്തിച്ചിരിക്കണം. ഒപ്പം ചീഫ് കൺട്രോളർ അംഗീകരിച്ചവ മാത്രമേ വെടിക്കെട്ടിന് ഉപയോഗിക്കാവൂ തുടങ്ങിയ കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കാറ്റിന്റെ വേഗത 50 കിലോമീറ്ററിൽ കുറവായിരിക്കണം. അതായത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ അധികമാവുകയാണെങ്കിൽ കാണികളുടെ മേൽ നിയന്ത്രണം നഷ്ടമാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്.
പിന്നീട് പറയുന്നത് ഇത്തരത്തിലുള്ള വെടിക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾ, വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള വെടിക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ബാക്കി വന്ന വെടിക്കോപ്പുകളും ഒക്കെ തന്നെ ശ്രദ്ധാപൂർവം ശേഖരിച്ച് വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് മാറ്റുകയും അതുപോലെ തന്നെ കത്തിച്ച് നശിപ്പിക്കുകയും വേണമെന്നാണ്. അതുപോലെ വേണ്ട മുൻകരുതലുകളോട് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വ്യക്തിയുടെ മേൽനോട്ടത്തിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ചിലത് മാത്രമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഏകദേശം 35 കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ്, വ്യവസ്ഥകളാണ് പുതിയതായി കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മന്ത്രിമാരുടെ പ്രതികരണം കൂടി നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കാം, ശേഷം കൂടുതൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായി തൃശ്ശൂർ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ എല്ലാ വിധത്തിലുള്ള ഭംഗിയും ഇല്ലാതാക്കാൻ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണമായി നിർത്തുന്ന തൃശ്ശൂരിലെ നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വരാജ് ഗ്രൗണ്ടിന്റെ ഉൾവശത്തുള്ള തേക്കിക്കാട് മൈതാനിയിൽ വെച്ച് കരിമരുന്ന് പ്രയോഗം നടത്താൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം പുറത്തിറക്കുന്നത്. തേക്കിക്കാട് മൈതാനത്തിലല്ല, പൂരപ്പറമ്പിൽ ഉപയോഗിക്കാൻ പോലും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് നിബന്ധനകൾ നമ്മൾ അതുകൊണ്ട് ഈ നിബന്ധനകൾ പൂർണ്ണമായും പിൻവലിക്കണം. ഇത്തരത്തിൽ 5ഓളം നിബന്ധനകൾ പാലിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ദൂരപരിധി നിലവിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൂരപരിധി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അകലം, അത് ഇപ്പോൾ അവിടെ തൃശ്ശൂരിലെ പൂരം വെടിക്കെട്ടിന് സാധ്യമാക്കുക എന്നുള്ളത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലൊക്കെ വിഷയം ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഗൗരവമായി തന്നെ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പൂരം കലക്കലും ഒക്കെയായി സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്ന് സർക്കാരിന് അതൊരു ചീത്തപ്പേരായി നിൽക്കുന്നൊരു സമയമാണ്. കാരണം അതിലത്തെ അന്വേഷണം അതുപോലെ തന്നെ തുടർ നടപടികളൊക്കെ പ്രതിപക്ഷം വലിയ തരത്തിൽ ചർച്ചയാക്കുന്ന ഒരു സമയമൊക്കെ തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥകൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നോക്കിക്കാണാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിലും ആ ഒരു ഉത്കണ്ഠ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകാനായി KR സാജു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഒക്ടോബർ 11 നിലവിലെ എക്സ്പ്ലോസീവ് ആക്ടിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ രാഷ്ട്രീയവും സാമൂഹികവുമായി ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നു. അതിനെ തുടർന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ ഗൗരവമായി ഈ ആക്ടിലെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുകയും അതിലുള്ള ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ വെടിമരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന പുരയിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ അകലെ മാത്രമേ വെടിക്കെട്ട് നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരമായ തൃശ്ശൂർ പൂരം അടക്കമുള്ളവ ഇന്ന് നടത്തുന്ന രീതിയിൽ നടപ്പാക്കാൻ കഴിയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനാൽ തന്നെ സംസ്ഥാനത്ത് ഇതുമാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ പള്ളിപ്പെരുന്നാളുകൾക്ക് അനുബന്ധിച്ചുമൊക്കെ തന്നെ ഇതുപോലെയുള്ള കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ട്. അതിനെയെല്ലാം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നു. ഇതിനെ തുടർന്നാണ് ഇതിലെ വ്യവസ്ഥകൾ മാറ്റണമെന്ന് ആദ്യം തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. 2018 തന്നെ ഇതിൻ്റെ കരട് പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഇപ്പോൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ തങ്ങളുടെ ഉത്കണ്ഠ, സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ ഉത്കണ്ഠ അറിയിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രധാനമായും തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പൂരങ്ങൾക്ക് മറ്റും അല്ലെങ്കിൽ ആരാധനാലയങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾക്കും മറ്റും ഈ വ്യവസ്ഥ വെച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായും ജനരോക്ഷം അത് നടപ്പിലാക്കാനെത്തുന്ന സംസ്ഥാനത്തെ പോലീസ് അധികാരികൾക്കും മറ്റും നേരെയാണ് ഉണ്ടാവുക. അത് സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും രാഷ്ട്രീയമായി ബാധിക്കുക. ഇത് നമുക്കറിയാം, ഇപ്പോൾ നടന്നു വരുന്ന തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇതിനെ കൂടുതൽ ഗൗരവമായി കാണുകയും ഇങ്ങനെ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണെങ്കിലും അത് നടപ്പിലാക്കാനായി സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോഴുണ്ട
പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുമൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തതാണ് ഈ നിയമമെന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ പ്രത്യാഘാതം കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്ക് തന്നെ വെച്ചു കൊടുക്കുക എന്ന ഒരു രാഷ്ട്രീയമായ നീക്കം കൂടി സംസ്ഥാനം ഇതിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാജു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജനരോഷം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെയാണ് ജനങ്ങൾ തിരിയുക. നമുക്കറിയാം തൃശ്ശൂർ പൂരമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് മലയാളികളെ സംബന്ധിച്ച്. കാരണം ഇത്രയധികം ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന പലയിടങ്ങളിൽ നിന്നായി ആ ഒരു സമയത്ത് തൃശ്ശൂരിൽ എത്തുന്ന നിരവധി ആളുകൾ, എല്ലാ വർഷവും അത്തരത്തിൽ എത്തുന്ന നിരവധി ആളുകളെ നമ്മൾ പലപ്പോഴും അവിടെ പോകുമ്പോഴും ഒക്കെ റിപ്പോർട്ടുകളിലുമൊക്കെ കാണാറുണ്ട്. അത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധി ആകും എന്നുള്ള കാര്യം തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇത്രയധികം കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ വെടിക്കെട്ട് പുരയും അതുപോലെ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും തമ്മിലുള്ള അകലം സംബന്ധിച്ച മാനദണ്ഡം തന്നെയാണ്. ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നടപ്പിലാക്കാനാകില്ല എന്നുള്ളത് അത് കൃത്യമാണ്, വ്യക്തമാണ്. കാരണം വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തും പാറമേക്കാവിനും തിരുവമ്പാടിക്കുമൊക്കെ അനുവദിച്ചിരിക്കുന്ന വെടിക്കെട്ട് പുരകളിൽ നിന്ന് വെറും 45 മീറ്റർ അകലെയാണ് ഇരു കൂട്ടരും വെടിക്കെട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതും വെടിക്കെട്ട് നടത്തുന്നതുമൊക്കെ. പക്ഷേ പുതിയ വ്യവസ്ഥ നോക്കിയാൽ അതൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാണ്. നേരത്തെ മിനിസ്റ്റർ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ സ്വരാജ് റൗണ്ടിൽ പോലും വെടിക്കെട്ട് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. നഗരമധ്യത്തിൽ നടക്കുന്ന പൂരച്ചടങ്ങിൽ ഒരിക്കലും പാലിക്കാനാകാത്ത നിർദ്ദേശങ്ങൾ തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദൂരപരിധി തന്നെയാണ്. ഇത്തരത്തിലുള്ള കർക്കശ നിലപാടുകൾ വരുമ്പോൾ അത് പൂരത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്കകളും വളരെ വലുതാണ്. അത് സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചും പൂരപ്രേമികളെ സംബന്ധിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതേ ആശങ്ക തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉയർന്നിരിക്കുന്നത്. ഏതായാലും വിഷയം ഗൗരവമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം.